welcome back to my channel IUV Vlog. This is Dr. Shilpa Premkumar. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൊമട്രിക് എക്സാമിനെ പറ്റിയാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒമാനിലേക്കുള്ള ലാബ് ടെക്നീഷ്യനും ടെക്നോളജിസ്റ്റിനും വൈവ എക്സാംസിനെ പറ്റിയാണ് വിശദീകരിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒമാനിലേക്ക് 2 എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. പ്രൊമട്രിക് എക്സാമും ക്ലിയർ ചെയ്യണം, അതുപോലെ വൈവയും ക്ലിയർ ചെയ്യണം. വൈവ കണ്ടക്ട് ചെയ്യുന്നത് മസ്കറ്റിൽ, ഒമാനിൽ വെച്ച് മാത്രമാണ്. ഈ ഒരു വൈവ എക്സാമിന് നിങ്ങൾ എന്തായാലും മസ്കറ്റ് പോയി തന്നെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. കോവിഡിന്റെ ടൈമിലൊക്കെ ഓൺലൈനായിട്ടൊക്കെ ഈ വൈവയൊക്കെ പണ്ട് നടന്നിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ബെറ്ററായി മാറി. അതുകൊണ്ട് വൈവ ഇപ്പോൾ നടക്കുന്നത് മസ്കറ്റിൽ വെച്ച് മാത്രമാണ്. അപ്പോൾ വൈവയ്ക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷനും അതുപോലെ പ്രൊമട്രിക് എക്സാമും പാസ്സായതിന് ശേഷം മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നു, എപ്പോഴാണ് ഈ വൈവയ്ക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആവാന്നൊക്കെ. ഇനി എത്ര അറ്റംപ്റ്റ്സ് ആണ് വൈവയ്ക്ക് ഉള്ളത്? നിങ്ങൾക്ക് ആകെ 3 അറ്റംപ്റ്റ്സ് മാത്രമാണ് വൈവ ക്ലിയർ ചെയ്യാനുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? ഈ വൈവയ്ക്ക് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബ് ഓഫർ ഉണ്ട്. ഓൾറെഡി ജോബ് ഓഫർ കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ അല്ലെങ്കിൽ എംപ്ലോയർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വൈവയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷനും ഫീസൊക്കെ പേ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ ഓഫ് MOH ഇൻ മസ്കറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് ഫീസൊക്കെ പേ ചെയ്തതിനു ശേഷം വേണം ഈ ഒരു വൈവയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ. എത്ര പ്രാവശ്യമാണ് ഒമാനിൽ ഈ ഒരു വൈവ കണ്ടക്ട് ചെയ്യുന്നത്? മാസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു വൈവ എക്സാം കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അറ്റ് എ ടൈം 10 കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ അലോട്ട് ചെയ്യുന്നത്. ഈ വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്പെസിഫിക് സിലബസ് ഉണ്ടോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സിലബസ് ഒന്നുമില്ല. പ്രൊമട്രിക് പോലെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഈ വൈവയ്ക്ക് അവരുടെ ഡിമാൻഡും അതേപോലെ ഏതൊരു ഫീൽഡിലേക്കാണ് നിങ്ങളെ ഹയർ ചെയ്യുന്നതെന്നൊക്കെ അനുസരിച്ചിരിക്കും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ എന്നിരുന്നാലും ജനറലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം എന്തൊക്കെയാണ് വൈവയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് DHA DOHലേക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒമാനിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒമാനിലേക്കുള്ള വൈവേനെ പറ്റി ഉള്ളത്. ഇനിയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.